ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അതിക്രമിച്ചു കടന്നുകൊണ്ട് ഇറാനിൽ നടത്തിയ അമേരിക്കയുടെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകും എന്നുള്ളതാണ്. അതിന് തിരിച്ചടി നൽകാതെ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസിനും ഒരു സമവായത്തിനും ഇറാൻ സന്നദ്ധമല്ല എന്ന് തന്നെയാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ GCC രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇറാനുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. അതിർത്തി പങ്കിടുന്നില്ല എങ്കിൽ പോലും സമുദ്ര അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ഖത്തർ. മാത്രമല്ല ഖത്തറിൽ അമേരിക്കയുടെ താവളവുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നത്. ഇത്തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാജിദ് അൽ അൻസാരി നേരത്തെ ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു പ്രസ്താവന നൽകിയതിന് അരമണിക്കൂറിന് ശേഷമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു വ്യോമപാത പൂർണ്ണമായും അടച്ചിടുന്ന തരത്തിലേക്ക് ഖത്തർ എത്തുന്നത്. സ്വാഭാവികമായും ആ തരത്തിലുള്ള സെക്യൂരിറ്റി വാണിംഗുകൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നേരെ തിരക്കേറിയ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറെ തിരക്കേറിയ ഒരു വ്യോമപാതയാണ് ഖത്തറിൻ്റെത്. യൂറോപ്പിലടക്കമുള്ള ഒരുപാട് യാത്രക്കാരുള്ള വ്യോമപാതയാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നടക്കണമെങ്കിൽ ആ തരത്തിലുള്ള സുരക്ഷാ മുന്നറിയിപ്പുകൾ ഉണ്ടാവണം. ആ മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ പൗരന്മാരുടെയും ഖത്തറിലേക്കുള്ള യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഒരു നടപടിയെടുക്കുക എന്നുള്ള പ്രാഥമികമായ കടമ്പയാണ് ഇപ്പോൾ സർക്കാർ എടുത്തിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച 9 മണി എന്നുള്ള ഡെഡ് ലൈൻ അത് ഔദ്യോഗികമായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ അഹമ്മദ് വിമാനത്താവളമോ അറിയിച്ചിട്ടുള്ള ഒരു ഡെഡ് ലൈൻ അല്ല, മറിച്ച് ഈ ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നും ഖത്തറിലെ ട്രാവൽ ഏജൻസികൾക്കും മറ്റും ലഭിച്ചിട്ടുള്ള ഒരു വിവരമാണ്. 9 മണി വരെ ആണ് താൽക്കാലികമായി ഇത് അടച്ചിട്ടിട്ടുള്ളത്. അതിനുശേഷം ഈ എയർ ട്രാഫിക്, വ്യോമഗതാഗതം പതിവ് രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് അവരെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. ചില വിമാനങ്ങളെല്ലാം റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും, ചിലതെല്ലാം വൈകി ഓടും. എങ്കിൽ പോലും പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ